ലോസ് ഏഞ്ചൽസിൽ ഭീതി ഒഴിയുന്നില്ല. ജനുവരി 15-ന് പ്രദേശത്ത് നിന്ന് കൂടുതൽ പേരെ ഒഴിപ്പിച്ചു. പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് എത്തിയ ശേഷമാണ് അധികൃതർ തിരക്കിട്ട് ആളുകളെ ഒഴിപ്പിച്ചത്. മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ലോസ് ഏഞ്ചൽസിൽ നിന്ന് 88,000 പേരെയാണ് ഒഴിപ്പിക്കുന്നത്. മറ്റ് 84,800 പേർ കൂടി ഒഴിപ്പിക്കൽ ഭീഷണിയിലാണ്. അടുത്ത മണിക്കൂറുകൾ നിർണായകവുമാണ്. അതീവ ജാഗ്രതയിലാണ് അധികൃതർ. പാലിസേഡ്സിൽ 17% തീപിടുത്തം മാത്രമേ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 90,000 വീടുകളിൽ വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുന്നു. ഒഴിപ്പിക്കൽ ഉത്തരവിനൊപ്പം അതീവ ജാഗ്രതാ മുന്നറിയിപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. തെക്കൻ കാലിഫോർണിയയിലും കാട്ടുതീ ആളിപ്പടരുകയാണ്. പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെയും പുതിയ തീപിടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതിനൊപ്പം ഒഴിപ്പിക്കൽ ഭീഷണിയിലുമാണ് പ്രദേശത്തെ ആളുകൾ. തെക്കൻ കാലിഫോർണിയയിലെ കാട്ടുതീ വൻ നാശനഷ്ടവും ജീവഹാനിയും നേരിട്ട പശ്ചാത്തലത്തിൽ നിർണായക നീക്കവുമായി എത്തിയിരിക്കുകയാണ് യുഎസ് അഗ്നിശമന സേനാ സംഘങ്ങൾ. കാട്ടുതീ നിയന്ത്രിക്കാൻ കഴിവുള്ള സൂപ്പർ സ്കൂപ്പറുകൾ എന്നറിയപ്പെടുന്ന ആംഫിബിയസ് വിമാനം കാനഡയിൽ നിന്നും കാലിഫോർണിയയിൽ എത്തിച്ചു. കാട്ടുതീ കെടുത്താൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത CL-415 വിമാനമാണിത്. വെള്ളം കോരിയെടുക്കാനും ആവശ്യമെങ്കിൽ പതകലർന്ന വെള്ളം തീയിൽ തളിക്കാനും സൂപ്പർ സ്കൂപ്പറുകൾക്ക് കഴിയും. എയർ ടാങ്കറുകളും മറ്റ് അഗ്നിശമന സംവിധാനങ്ങളും ഘടിപ്പിച്ച ഹെലികോപ്റ്ററുകളേക്കാൾ ഇവ കാട്ടുതീ കെടുത്താൻ കൂടുതൽ ഫലപ്രദമാണ്. ഈ വിമാനങ്ങൾക്ക് ഒറ്റയടിക്ക് 1600 ഗാലൻ വെള്ളം ശേഖരിക്കാൻ കഴിയും. ഇതിന് 13 സെക്കൻഡ് എടുക്കും. അതുപോലെ തന്നെ മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗതയിൽ ദുരന്ത സ്ഥലത്തേക്ക് കുതിക്കാനുള്ള കഴിവും ഇതിനുണ്ട്. എയർ ടാങ്കറുകളിൽ നിന്ന് വ്യത്യസ്തമായി ജലാശയങ്ങളിൽ നിന്നും വെള്ളം ശേഖരിക്കാൻ സൂപ്പർ സ്കൂപ്പറുകൾക്ക് നിലത്തിറങ്ങേണ്ട ആവശ്യമില്ല. 160 കിലോമീറ്റർ ചുറ്റളവിൽ അടുത്തുള്ള ജലാശയങ്ങൾ കണ്ടെത്താനും തുടർച്ചയായി വെള്ളം ശേഖരിക്കാനുമുള്ള കഴിവും ഇവയ്ക്കുണ്ട്. ഒറ്റയടിക്ക് വെള്ളം ദുരന്തമുഖത്ത് തളിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. വിശാലമായ പ്രദേശത്ത് 4 വാതിലുകളിലൂടെയും വെള്ളം ഒഴിക്കാൻ കഴിയും. ബക്കറ്റുകളും എയർ ടാങ്കറുകളും ഘടിപ്പിച്ച ഹെലികോപ്റ്ററുകളേക്കാൾ സൂപ്പർ സ്കൂപ്പറുകൾ ഫലപ്രദമായ അഗ്നിശമന പരിഹാരമാണെന്ന് ദി വാഷിംഗ്ടൺ പോസ്റ്റിലെ റിപ്പോർട്ടിൽ പറയുന്നു. സൂപ്പർ സ്കൂപ്പറിന് 93 അടി ചിറകുകളും 65 അടി നീളവുമുണ്ട്. കൂടുതൽ ഫലപ്രദമായ അഗ്നിശമനത്തിനായി വെള്ളം പെട്ടെന്ന് നിറയ്ക്കാൻ കഴിയുന്ന ഒരു സംവിധാനവുമുണ്ട്. ഹോസുകൾ ഉപയോഗിച്ച് ഒരു സൂപ്പർ സ്കൂപ്പർ വാട്ടർ ടാങ്ക് നിറയ്ക്കാം. നിറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗതയിൽ വിമാനത്തിന് അഗ്നിബാധിത പ്രദേശത്ത് പറക്കാൻ കഴിയും. അതേസമയം കാട്ടുതീയിൽ അകപ്പെട്ട് 29 പേർ മരിക്കുകയും 12,000-ലധികം കെട്ടിടങ്ങൾ നശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1,00,000-ലധികം ആളുകൾ ദുരന്ത പ്രദേശത്ത് നിന്ന് പലായനം ചെയ്യുകയും ചെയ്തിട്ടും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ശക്തിയുടെ തെളിവാണ് കാലിഫോർണിയയിലെ സൂപ്പർ സ്കൂപ്പറുകളുടെ വിന്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാനഡയിൽ നിന്ന് സഹായം തേടാനുള്ള യുഎസ് ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം വിനാശകരമായ കാട്ടുതീയെ ചെറുക്കുന്നതിന് ലഭ്യമായ എല്ലാ വിഭവങ്ങളും പര്യവേഷണം ചെയ്യുന്നതിനുള്ള പ്രതിബദ്ധത പ്രകടമാക്കുകയാണ്. കാലിഫോർണിയയിലെ സ്ഥിതിഗതികൾ വികസിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഈ നൂതന വിമാനങ്ങളുടെ വരവ് സ്വാഗതാർഹമാണ്. തീപിടുത്തത്തിൽ ബാധിതരായ സമൂഹങ്ങൾക്കും അവ നിയന്ത്രണ വിധേയമാക്കാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന ധീരരായ അഗ്നിശമന സേനാംഗങ്ങൾക്കും ഇത് പ്രതീക്ഷ നൽകുന്നു. കാട്ടുതീയിൽ 25 പേർ മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. 12,000 കെട്ടിടങ്ങൾ കത്തി നശിക്കുകയും ചെയ്തു.